ഇത് അമ്മയെക്കുറിച്ച് ബൈബിൾ വിളിക്കുന്ന ഒരു വാക്കുണ്ട്, വിശ്വസിച്ച മകളെ നീ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെക്കുറിച്ച് വിളിച്ച വാക്കാണ് വിശ്വസിച്ച മകളെ നീ ഭാഗ്യവതി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ വിളിച്ചിരിക്കുന്നത് വിശ്വസിക്കാനായിട്ടാണ്. നമ്മൾ കാണുന്നുണ്ട്, കർത്താവായ ഈശോ തന്റെ 33 വർഷക്കാലത്തെ ഇഹലോക ജീവിതത്തിൽ 8 സുവിശേഷ ഭാഗ്യങ്ങൾ അരുളി ചെയ്തു. അഷ്ടസൗഭാഗ്യങ്ങൾ. തന്റെ ഇഹലോക ജീവിതകാലത്ത് ഈശോ അരുളി ചെയ്തത് 8 സുവിശേഷ ഭാഗ്യങ്ങളാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ അരുളി ചെയ്തത് 9ാമത്തെ സുവിശേഷ ഭാഗ്യം. അത് ഉത്ഥിതൻ അരുളി ചെയ്ത സുവിശേഷ ഭാഗ്യമാണ്. തോമസ് ശ്ലീഹായോട് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവൻ ഭാഗ്യവാൻ. ആദ്യം പറഞ്ഞു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാൻ, വിലപിക്കുന്നവർ ഭാഗ്യവാൻ, സഹിക്കുന്നവർ ഭാഗ്യവാൻ, കരയുന്നവർ ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞ ഈശോ ഉത്ഥാനത്തിന് ശേഷം അരുളി ചെയ്ത സുവിശേഷ ഭാഗ്യമാണ് കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെയൊക്കെ ദൈവം വിളിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മയെ പോലെ കാണാതെ വിശ്വസിക്കണം. കാണപ്പെടുന്നതിലും വിശ്വസിക്കണം, നമ്മൾ കാണാത്തതിലും വിശ്വസിക്കണം. ചില കാര്യങ്ങൾ കാണുന്നില്ലെങ്കിലും നമുക്കറിയാം സത്യമായിട്ട് ഉണ്ടെന്നറിയാം. ഉദാഹരണത്തിന്, ഈ ദേവാലയത്തിനകത്ത് ഇപ്പോൾ ഒരു നല്ല TV ചാനൽ കൃത്യം ട്യൂൺ ചെയ്ത് വെക്കാമെങ്കിൽ സിനിമാ പാട്ട് കേൾക്കാം, സിനിമ കാണാം. TV ഇല്ലാത്തതുകൊണ്ട് കാണുന്നില്ല, പക്ഷെ കാണാത്ത TV തരംഗം ഈ പള്ളിക്കകത്തുണ്ട്. റേഡിയോ ഉണ്ടെങ്കിൽ പാട്ട് കേൾക്കാം, റേഡിയോ തരംഗമുണ്ട്, നമ്മൾ കാണുന്നില്ല. കാണുന്നതിനേക്കാൾ ശക്തിയാ കാണാത്തതിന്. നമ്മള് കപ്പലൊക്കെ വരുമ്പം സമുദ്രത്തിന്റെ തീരത്ത് ലൈറ്റ് ഹൗസ് ഉണ്ട്. ആ ലൈറ്റ് നമുക്ക് കാണാം നല്ല വെളിച്ചത്തിൽ. മൊബൈൽ ഫോണിന്റെ ടവറിലെ വെളിച്ചം നമുക്ക് അത്രയും കാണാൻ മേല. പക്ഷെ കാണാൻ മേലാത്ത മൊബൈൽ ടവറിലെ വെളിച്ചത്തിന് കാണുന്ന ലൈറ്റ് ഹൗസിലെ വെളിച്ചത്തേക്കാൾ പവർ കൂടുതലുണ്ട്. കാണപ്പെടാത്തതിനാ പവർ. നമ്മൾ ആരും കാണാത്തൊരു പരിപാടി നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്, കണ്ണുകൊണ്ട് കാണുന്നില്ല. ആ പ്രോഗ്രാം നടക്കുന്നതുകൊണ്ടാണ് നമ്മൾ മരിക്കാതിരിക്കുന്നത്. നമ്മൾ പുറത്തേക്ക് തള്ളിവിടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ഓക്സിജനാക്കി മാറ്റുന്ന ഒരു പണി മരം നടത്തുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഒരു തിയറിയിലൂടെ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന തിയറി മരം നടത്തുന്നതുകൊണ്ടാണ്, ഇലകൾ ഉള്ളതുകൊണ്ട് ശുദ്ധീകരണം. അതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയിലൊക്കെ ഇന്ന് ഒത്തിരി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം, വനസംരക്ഷണം. കാരണം വനം തകരുമ്പോൾ നാട് തകരുന്നു. നമ്മൾ കാണുന്നില്ല, പക്ഷെ നടക്കുന്നില്ല. ഇപ്പൊ കാണപ്പെടാത്ത സംഭവങ്ങൾ ഒത്തിരിയുണ്ട് നമ്മുടെ മുമ്പിൽ. നമ്മളിവിടെ നോക്കാമെങ്കിൽ ഭൂമി അപ്പം പോലെ പരന്നാണ് കിടക്കുന്നത്, പക്ഷെ കാണാത്ത സത്യം തന്നെ ഭൂമി പന്ത് പോലെ ഉരുണ്ടായിരിക്കുന്നത്. കാണുന്നത് പരന്ന ഭൂമിയെ, പക്ഷെ യഥാർത്ഥ ഭൂമി ഉരുണ്ട ഭൂമിയാണ്. ഇപ്പൊ കാണപ്പെടാത്ത യാഥാർത്ഥ്യങ്ങൾ ഒത്തിരിയുണ്ട്. കണ്ണുകൊണ്ട് കാണുന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് വിശ്വസിക്കുക എന്ന് പറയാ. നമ്മളൊക്കെ വിശ്വസിക്കുന്നവരാ. സാധാരണ ജീവിതത്തിൽ നിങ്ങളും ഞാനുമൊക്കെ എത്ര മാത്രം വിശ്വസിക്കുന്നവരല്ലേ? വെറുതെ ഓർത്താൽ മതി എന്തെല്ലാം കാര്യങ്ങളിൽ. രാജീവ് ഗാന്ധി ശ്രീ പെരുമ്പത്തൂരിൽ മനുഷ്യബോംബ് സ്ഫോടനത്തിൽ ചതറിക്കപ്പെട്ടതിന്റെ പിറ്റേ രാത്രി, ഞാൻ ഇന്ന് കോട്ടയത്ത് കാരിത്താസ് ഞങ്ങളുടെ സെമിനാരിയിൽ തിയോളജി പഠിക്കുക. അപ്പൊ പിറ്റേ രാത്രിയിൽ മാനന്തവാടി രൂപത നടത്തിയ ബൈബിൾ കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ രാത്രി 9:30 മംഗലാപുരം ട്രെയിനിന് യാത്രയായി. വെളുപ്പിനെ 3 മണിക്ക് കോഴിക്കോട് ചെന്നു. 4 മണിക്ക് അടുത്ത ബസ്സിൽ കയറി 7 മണിയായപ്പോൾ ബത്തേരിയിൽ ചെന്നു. 9:30 മുതൽ 11:30 വരെ പ്രസംഗിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് 2:30 ബസ്സിന് പോകുന്നു. കാരണം പിറ്റേ ദിവസം ക്ലാസ്സിൽ വരണമെന്ന് പറഞ്ഞാണ് അച്ഛന്മാർ വിട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ബസ്സിൽ കയറിയിരുന്നു. വല്ലാത്ത ക്ഷീണം. 5 രൂപയും ധരിച്ചിട്ടുണ്ട്, പോക്കറ്റിൽ പണമുണ്ട്, കയ്യിലൊരു സൂട്ട് കേസാണ്. 10-25 യാത്രക്കാർ ബസ്സിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങനെ വരുമ്പം കൽപ്പറ്റ എന്ന സ്ഥലത്ത് വന്നപ്പോൾ ഞാൻ കൂർക്കം വലിച്ചുറങ്ങി. കോഴിക്കോട് ഡീസലടിക്കാൻ നിർത്തിയപ്പോൾ എഴുന്നേറ്റു. പെരുമ്പാവൂരിൽ കാപ്പു കുടിക്കാൻ നിർത്തിയപ്പോൾ എഴുന്നേറ്റു. ഏറ്റുമാനൂർ വന്നപ്പം കണ്ടക്ടർ കൊട്ടി വിളിച്ചിട്ട് പറഞ്ഞ് ഇറങ്ങേണ്ട സമയമായി. നീണ്ട 11.5 മണിക്കൂർ സമയം ബസ്സിനകത്തിരുന്ന് സുഖമായിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റണമെങ്കിൽ ബസ്സിൽ എന്റെ കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഞാൻ വിശ്വസിക്കണം. എന്റെ തൊട്ടു മുൻവശത്തെ സീറ്റിൽ വെള്ള പൈജാമയും കുർത്തയും ധരിച്ച ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ട്. കറുത്ത ഫ്രെയിമുള്ള കണ്ണട വെച്ചിട്ടുണ്ട്. ഇടതുവശത്ത് അല്പം മുൻവശത്തായിട്ട് നീല സാൽവാറും കമ്മീസും ധരിച്ച ഒരു യുവതി ഇരിപ്പുണ്ട്. അരയിൽ അവിടെ ഒരു ബെൽറ്റും കെട്ടിയിട്ടുണ്ട്. എനിക്ക് വേണേ പേടിക്കാൻ, ദൈവമേ ഇത് ശുഭയാണോ തനുവാണോ ബെൽറ്റ് ബോംബാണോ കുനിഞ്ഞാ പോട്ടുപോകും. ഈ ഭയം ഉണ്ടെങ്കിൽ വണ്ടിക്കകത്തിരുന്ന് ഉറങ്ങാൻ പറ്റുകയില്ല. ഈ വെള്ളപ്പൈജാമയും കുർത്തയും ധരിച്ചത് ശിവരശനാണോ രാജീവിന്റെ ഘാതകൻ? അങ്ങനെ ഓർത്താൽ എനിക്ക് ഉറങ്ങാൻ പറ്റുകയില്ല. കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കണം. കൂട്ടത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ ഞാൻ കണ്ണുടച്ച് വിശ്വസിക്കണം. യാത്രക്കാരെ മാത്രം വിശ്വസിച്ചാൽ മതിയോ? കൂട്ടത്തിൽ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ വിശ്വസിക്കണ്ടേ? വയനാടൻ ചുരങ്ങള് 12 വളവുകളാ. ഹെയർ പിൻ വളവ്. ബത്തേരിന്ന് അടിവാരത്തെത്തുമ്പം 12 വളവാ. ഓരോ വളവിലും വരുമ്പോൾ ഡ്രൈവറെ വിശ്വാസമില്ലെങ്കിൽ ഞാൻ നോക്കുവൻ സ്റ്റിയറിംഗ് ഇടത്തോട്ട് പിടിക്കുന്നു, വലത്തോട്ട് പിടിക്കുന്നു. ഇടത്തോട്ട് പിടിക്കേണ്ട സ്റ്റിയറിംഗ് അവൻ വലത്തോട്ട് പിടിച്ചാൽ വണ്ടിയുടെ ഷേപ്പും എന്റെ ഷേപ്പും മൊത്തം പോകും.
വണ്ടി ഓടിക്കുന്ന ഡ്രൈവറെ വിശ്വസിക്കണം, നേഴ്സിനെ വിശ്വസിക്കണ്ടേ? നേഴ്സ് ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡും ഗ്ലൂക്കോസ് കുപ്പിയായിട്ട് അടുത്തേക്ക് വരുന്നു. എന്നാ ഉറപ്പിലാണ് കിടന്നു കൊടുക്കുന്നത്? ഒരു നിമിഷം അവൾ അബ്നോർമലായിട്ട് കുപ്പിങ്ങാനും കുത്തിപ്പൊട്ടിച്ച് നെഞ്ചത്ത് കുത്തിക്കയറ്റിയാലോ? ചെയ്യുകയില്ല എന്നൊരു വിശ്വാസം. പരിശോധിക്കുന്ന ഡോക്ടറെ വിശ്വസിക്കണ്ടേ? ഡോക്ടറെ നമ്മൾ വിശ്വസിക്കണം. ഏതോ ഒരു ഡോക്ടറുടെ മുമ്പിൽ നമ്മൾ കണ്ണടച്ച് കിടന്ന് പറയുന്നത് തന്നെ എന്നെ ബോധം കെടുത്തിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കൂ. ഒരുത്തനിങ്ങനെ ഡോക്ടറോട് പറഞ്ഞു എന്നെ ബോധം കെടുത്തി ഓപ്പറേഷൻ നടത്താം. അപ്പൊ ഡോക്ടർ പറഞ്ഞു മയക്കാതെ പറ്റിയല്ല, ബോധം കെടുത്തണം. അവൻ ചോദിച്ചു എത്ര രൂപയാ ബോധം കെടുത്താൻ? ഡോക്ടർ പറഞ്ഞു 950 രൂപ. അവൻ പറഞ്ഞു പൊന്നു ഡോക്ടറെ 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെടുത്താനായിട്ട് 950 രൂപ മേടിക്കുന്നു. ബോധം കെട്ട് കിടക്കാൻ തയ്യാറ്, ബോധം കെടാൻ തയ്യാറ്. എന്നാ ഉറപ്പിലായി ബോധം കെട്ട് കിടക്കുക? ബോധം കെട്ട് കിടക്കുമ്പം ഈ ഡോക്ടർ മർമ്മപ്രധാനമായ വല്ല അവയവങ്ങളും ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ? ഇല്ലെന്നൊരു വിശ്വാസം. ഡോക്ടറെ നമ്മൾ വിശ്വസിക്കുന്നു. കാലാവസ്ഥയെ മനുഷ്യൻ വിശ്വസിക്കും. ഒരു മഴ പെയ്യുമ്പോൾ മനുഷ്യൻ കപ്പയിടാൻ പോകും. എന്നാ ഉറപ്പില്ല ഇനിയും മഴ കിട്ടും എന്നൊരു വിശ്വാസം. നമ്മൾ മഴ പെയ്യുമ്പോൾ കപ്പയിടും, കാലാവസ്ഥ വിശ്വസിക്കും. വിമാനയാത്രയിൽ നമ്മൾ എന്തോ ഒരു വിശ്വാസമാണ്. ഒരിക്കൽ പ്ലെയിനെ കയറിയാൽ വിശ്വസിച്ചോണ്ടുള്ള കയറ്റമല്ലേ, ഇറങ്ങുമെന്നും അല്ല ഉറപ്പുണ്ടോ? ഞാൻ ഓർക്കും എന്റെ ദൈവം ഇതെന്തൊരു സാധനമാണ്, ഇത്രയും മുട്ട സാധനം പൊങ്ങുന്നു ചെരിയുന്നു. എയർ പോക്കറ്റിൽ ചാടുമ്പോൾ അത് ലോകാവസ്ഥാനം ഒന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നാലും കണ്ണടച്ചങ്ങ് ഇരിക്കും ഒരൊറ്റ പോക്ക. ഇടയ്ക്ക് കാപ്പ് കുടിക്കാനോ വല്ലതും പുറത്തിറങ്ങാൻ പറ്റുമോ? ഇറങ്ങുമ്പോൾ ഇറങ്ങിയെന്നല്ലേ ഉള്ളൂ. കയറുമ്പം തന്നെ എങ്ങനെ മരിക്കാതിരിക്കണമെന്നാ അവളുമാര് പോസ്റ്റിയായിട്ട് കാണിച്ചു തരിക. ഓക്സിജൻ പോയാൽ അണ്ണാക്കിലോട്ട് കുത്തി കയറ്റിക്കണം തൊപ്പി എന്നും പറഞ്ഞ് ഇങ്ങോട്ട് വെക്കുന്നു. പിന്നെ കീഴത്തെ ബാഗെടുത്ത് ദേഹത്ത് പിരിയത് വെള്ളത്തിൽ ചാടി പതച്ചോളാൻ പറയുന്നു. എന്തെല്ലാം പറയാം. ഞാൻ ഈ പരിപാടി നോക്കത്തേ ഇല്ല. കാരണം വിമാനം തകർന്നപ്പം ഇതുവല്ലതും കുത്തിക്കയറ്റാൻ സമയം വല്ലതുണ്ടോ? ദൈവമേ എന്നോർത്ത് അവിടെ ഒറ്റയിരുത്തത്. ഞാനൊരിക്കൽ പ്ലെയിനെ പോയപ്പം എന്റെ ഇരിപ്പ് കണ്ടപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, എന്റെ പെരുമാറ്റം കണ്ടപ്പം ഇത് അച്ഛന്റെ ആദ്യത്തെ യാത്രയല്ലെന്ന് ചോദിച്ചു. കാരണം എന്റെ പെരുമാറ്റം അത്ര നോർമൽ അല്ലെന്ന് തോന്നി. ഞാൻ പറഞ്ഞു പൊന്നു ചേട്ടാ വിമാനം താഴെ ഇറങ്ങുകയാണെ പറയാം, ഇത് ആദ്യത്തെ യാത്രയാണോ അതോ അവസാനത്തെ യാത്രയാണോ? അപ്പൊ നമുക്ക് ഒന്നിനെ കുറിച്ച് ഉറപ്പില്ലെന്നാ ലോകത്ത്. അപ്പൊ നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കുന്നു, തമ്പുരാൻ കാത്തോളൂ എന്നുള്ള ഒറ്റ ഉറപ്പ്. ആ ഉറപ്പില്ല. ഈ വിശ്വാസം വളരെ പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പനാരാന്നുള്ളത് പോലും വിശ്വാസമല്ലേ. അമ്മ പറഞ്ഞു മോനെ ഇതാ ചാച്ചൻ, അപ്പാന്ന് വിളിച്ചു. നമ്മൾ ആരെങ്കിലും പറഞ്ഞോ അമ്മ ഡൗട്ടുണ്ട്, ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിളിക്കാം. അപ്പം വിശ്വസിച്ചുകൊണ്ട് ആരംഭിച്ചതാണ് നമ്മുടെ ജീവിതം. ജനിച്ച നിമിഷം മുതൽ മരണം വരെ നമ്മൾക്ക് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. വിശ്വസിക്കുന്ന മനുഷ്യന്റെ ചരിത്രം എന്നത് കഴിഞ്ഞ കൊല്ലം ഞാൻ അബ്രഹാമിനെ വ്യാഖ്യാനിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അബ്രഹാമിനെ കുറിച്ച് വിശ്വാസ ചരിത്രം. വിശ്വസിക്കുന്ന ഒരുപിടി കഥാപാത്രങ്ങളെ ബൈബിളിൽ നമുക്ക് കാണാം. ഒരു ശക്തനായ ഒരു കഥാപാത്രത്തെ നമ്മൾ കണ്ടെത്തും. പുറപ്പാടിന്റെ പുസ്തകം 2 മുതൽ 18 വരെ അധ്യായങ്ങൾ. പുറപ്പാട് 2 മുതൽ 18 വരെ അധ്യായങ്ങളിൽ ഇസ്രായേൽ ജനത ഈജിപ്തിൽ ഒരു വലിയ ജനതയായിട്ട് വർദ്ധിച്ചു വരികയും അങ്ങനെ വർദ്ധിച്ചു വരുമ്പോൾ ഈജിപ്തുകാർക്കൊരു പേടി, ഇസ്രായേൽക്കാർ അംഗസംഖ്യയിൽ വളർന്നു വന്നാൽ ഈജിപ്തുകാരെ തോപ്പിച്ചാലോ. അതുകൊണ്ട് ഈജിപ്തുകാർ ഫറവോനെ കൊണ്ട് കൽപ്പന ഇറക്കിച്ചു, ഇസ്രായേൽക്കാർ സ്ത്രീകള് ഈജിപ്തിൽ പ്രസവിക്കുന്നത് ആണാണോ കൊന്നേക്കണം, പെണ്ണാണോ ജീവിക്കാൻ അനുവദിക്കുക. ഇതായിരുന്നു കൽപ്പന. കൽപ്പന നിറവേറ്റാൻ വയറ്റാട്ടികളായ സൂതികർമ്മിണികളെ പറഞ്ഞയച്ചു. അവർ കൃത്യമായിട്ട് ആൺകുട്ടികളെ കൊല്ലാൻ നോക്കി. പക്ഷെ മനസാക്ഷിക്കുത്ത് അവർ കൊന്നില്ല. അവരെന്ത് ചെയ്തു? ഇവരെ എല്ലാം രക്ഷിച്ചു പോരുക. ഫറവോന് മനസ്സിലായി കൽപ്പന തോറ്റു, കൽപ്പന പരാജയപ്പെട്ടു. ഫറവോൻ കൽപ്പന തിരുത്തി, ആൺകുട്ടികളെ കൊല്ലണ്ട, നൈൽ നദിയിലെ വെള്ളത്തിൽ ഒഴുക്കിയാൽ മതി, പെണ്ണാണെങ്കിൽ ജീവിക്കട്ടെ. വീണ്ടും സൂതികർമ്മിണികൾ എന്ന മിഡ്വൈഫുമാരെ പറഞ്ഞയച്ചു. അവർ കൽപ്പന നിറവേറ്റി ആൺപിള്ളാരെ വെള്ളത്തിലൊഴുകി പെൺപിള്ളാരെ ജീവിക്കാൻ അനുവദിച്ചു. അങ്ങനെ ഇരിക്കെ ആരോഗ്യതിളകാത്രയും സുന്ദരിയും സുമുഖിയുമായ ഒരു ഇസ്രായേൽക്കാരി യുവതി മിടുക്കനായ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു. വെള്ളത്തിലൊടുക്കാൻ ഈ വയറ്റാട്ടിക്കും തോന്നിയില്ല, അമ്മയ്ക്കും തോന്നിയില്ല. 3 മാസക്കാലം കുഞ്ഞിനെ രഹസ്യത്തിൽ വളർത്തി. 3 മാസം കഴിഞ്ഞ് പിന്നെയും വളർത്തിയാൽ ഫറവോൻ പിടികൂടും. അതുകൊണ്ട് കരിവേല മരം കൊണ്ട് പേടകം ഉണ്ടാക്കി, പേടകത്തിൽ പുല്ല് വെതറി പഞ്ഞി വെതറിയിട്ട് കുഞ്ഞിനെ പേടകത്തിൽ കിടത്തി പേടകത്തിന് മൂടിയിട്ടു. മൂടിക്ക് സുഷിര വിട്ടു. ഫറവോന്റെ പുത്രി മുങ്ങിക്കുളിക്കുന്ന കുളിക്കടവിൽ കാട്ടുപന്ത ചെടികൾക്കിടയിൽ പേടകം ഒളിച്ചു വെച്ചു. വയറ്റാട്ടി അടുത്തു നിന്നു, പെട്ടതള്ള ദൂരെ മാറി നിന്നു. ഫറവോന്റെ പുത്രി മത്സ്യത്തെ പോലെ മുങ്ങിത്തുടിച്ച് കുളിച്ച് പതച്ച് നടക്കുമ്പം പേടകം കണ്ണിപ്പെട്ടു. എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് തോഴിമാര് പേടകം എടുത്തുകൊണ്ട് വന്നു. വയറ്റാട്ടി ഓടിച്ചു ഒപ്പം. പേടകത്തിന് മൂടി തുറന്നപ്പം ഒരു മിടുക്കം കൊച്ചു ചിരിച്ചുകൊണ്ട് കിടക്കുന്നു. വെള്ളത്തിൽ നിർത്തുകൊണ്ട് പേരിട്ടു മോശ. വെള്ളത്തിൽ നിർത്തുകൊണ്ട് ഇട്ട പേര് മോശ. മോശ എന്ന വാക്കിന്റെ അർത്ഥം മോശാഹ് എന്ന് പറഞ്ഞാൽ ഹി ഹു ഈസ് ഡ്രോൺ ഔട്ട്. ഹി ഹു ഈസ് ഡ്രോൺ ഔട്ട്, വലിച്ചെടുക്കപ്പെട്ടവൻ മോശ, വലിച്ചെടുക്കപ്പെട്ടവൻ മോശ.
അപ്പോൾ വയറ്റാട്ടി ചോദിച്ചു, ഈ കുഞ്ഞിനെ വളർത്താൻ ഒരായെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ ഓടിച്ചെന്ന് കൊണ്ടുവന്നത് മോശയുടെ പെറ്റതള്ളെ കൊണ്ടുവന്ന് കൊടുത്തു. ഇതാണ് ആയ. കുടിപ്പിക്കുകയും ചെയ്തു, ശമ്പളം മേടിക്കുകയും ചെയ്തു. മഹാഭാഗ്യം. ഈ മുലപ്പാല് കുടിപ്പിച്ച കൂട്ടത്തിൽ ഈ മോശയുടെ അമ്മ മോശയോട് ഇസ്രായേൽ ജനതയുടെ ഈജിപ്തിലെ കഥനകഥകൾ മുഴുവൻ പറഞ്ഞു. മോശയ്ക്ക് പ്രശ്നം മനസ്സിലായി. 20-ാം വയസ്സിൽ കൊട്ടാരത്തിലെ കൊഴുപ്പുള്ള ഭക്ഷണം കഴിച്ച് നല്ല മെഴുത്ത മോശ കൊട്ടാരത്തിന് പുറത്തിറങ്ങുമ്പോഴുണ്ട് ഒരു ഈജിപ്തുകാരൻ ഇസ്രായേൽക്കാരനെ അടിക്കുന്നു. അരിശം വന്ന മോശ രക്തബന്ധത്തിന്റെ തിളപ്പിൽ ഒരു കല്ലെടുത്ത് ഒറ്റയിടി. ഈജിപ്തുകാരൻ മരിച്ചു വീണു. മണലിൽ കുഴിമാന്തി ശവം മറവ് ചെയ്തു. 2 നാൾ കഴിഞ്ഞു. മോശ വീണ്ടും പുറത്തിറങ്ങുമ്പം 2 ഇസ്രായേൽക്കാർ തമ്മിൽ അടിപിടി കൂടുന്നു. മോശ ചോദിച്ചു, മോശ ചെന്നിട്ട് സമാധാനം സ്ഥാപിക്കാൻ ചെല്ലുക. അവര് ചോദിച്ചു, ആരാടാ നിന്നെ ഞങ്ങളുടെ ന്യായാധിപനായി നിശ്ചയിച്ചത്? നീ ഈജിപ്തുകാരനെ കൊന്ന കാര്യം ഞങ്ങൾക്കറിയാം. ഫറവോനോട് പറയാൻ പോകുന്നു, ജീവൻ വേണലോടുക. മോശയ്ക്ക് മനസ്സിലായി കാര്യം നിസ്സാരമല്ല, പ്രശ്നം ഗുരുതരം. മോശ അവന്റെ കീറിപ്പോയ കീറ്റക്സും മടക്കി കുത്തി ഓടാൻ തുടങ്ങി. ഓടി 100 നാഴിക താണ്ടി അങ്ങ് ദൂരെ മീദിയാൻ ദേശത്ത് എന്നും. മീദിയാൻ ദേശത്ത് ഒരു പ്രധാന പുരോഹിതൻ, പേര് ജത്രോ. അദ്ദേഹത്തിന് 10,000 പെണ്ണാടുകളും 7 പെമ്മകളും ഉണ്ടായിരുന്നു. ജത്രോ എന്ന മനുഷ്യൻ പറഞ്ഞു, പൊന്നുമോനെ മോശെ, എന്റെ 10,000 ആട്ടിൻകൂട്ടത്തെ നീ പാർട്ടായിട്ടും മൂത്തപുത്രി സിപ്പോറായ ഓൾസയിലായിട്ടും നീ തന്നെ മേയിക്കുക. അങ്ങനെ ജത്രോയുടെ മൂത്ത മകളെ കല്യാണം കഴിച്ച് മോശ കഴിഞ്ഞു. വേദപുസ്തകം പറയുന്നു, മോശയ്ക്ക് വർഷങ്ങൾ കഴിയുക. 80-ാം വയസ്സിൽ അമ്മായിയപ്പം പണ്ടേൽപ്പിച്ച ആട്ടുംപറ്റത്തിന്റെ വംശാവലിയെ തീറ്റിക്കോട് നിൽക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. മുൾപടർപ്പിൽ തീ കത്തി ജ്വലിക്കുന്നു, പക്ഷെ കത്തുന്ന സാധനം കരിയുന്നില്ല. മനുഷ്യൻ തീ കത്തിച്ചാൽ കത്തുന്ന സാധനം കരിയും, പക്ഷെ ദൈവം തീയിട്ടപ്പം കരിഞ്ഞില്ല. അതാണ് ദൈവത്തിന്റെ പ്രത്യേകത. മറിയം പ്രസവിക്കും, കന്യാത്വം നഷ്ടപ്പെടുകയല്ല. മാതാവ് പ്രസവിച്ചാലും കന്യാത്വം നഷ്ടപ്പെടുകയല്ല. കാരണം അത് ദൈവത്തിന്റെ പദ്ധതിയാ. മുൾപടർപ്പിൽ തീയിട്ടോ കരിയുകയല്ല. മനുഷ്യൻ കടലാസ് കത്തിച്ചോ ചാരമാകും, ഒരു കഷ്ണം കത്തിച്ചോ ചാരമായിട്ട് മാറും. പക്ഷെ ദൈവം തീയിട്ടാൽ അത്ഭുതം ഒന്നും നടക്കുക. ഇത്രയും പേര് ഈ പള്ളിയിലിരിക്കുന്നു. നിങ്ങളിലെല്ലാം ദൈവം നിറഞ്ഞതുണ്ട്, എന്നിലുണ്ട്, നിങ്ങളിലുണ്ട്. പക്ഷെ ആരും ദൈവം ഭസ്മമാക്കുകയല്ല. ആയിരിക്കുന്ന അവസ്ഥ അംഗീകരിച്ചുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുക. തീ കത്തിയാലും കരിക്കാതെ ദൈവം. അന്തരീക്ഷത്തിൽ കൈവീശിയിട്ട് മുട്ടായിയും ഭസ്മവും മേടിക്കുന്ന സത്യസായി ബാബയുടെ ദൈവം ബൈബിളിന്റെ ദൈവമല്ല. ദൈവജനത്തിലെ ഭക്തന്മാരെ മാറോട് ചേർത്ത് ഞെക്കിപ്പിടിച്ചിട്ട് കുത്തിയിരുന്ന് ചൊള്ളിസുക്കേട്ടയെ പോലെ കുലുങ്ങുന്ന ദൈവം അത് ബൈബിളിന്റെ ദൈവമല്ല. ബൈബിളിന്റെ ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദൈവം പ്രത്യേകിച്ചൊന്നും കാണിക്കുകയല്ല. എല്ലാവരും ദൈവ സാന്നിധ്യമുണ്ട്, അത് അവിടെ തന്നെ നിറഞ്ഞു നിന്നോട്ട് മനുഷ്യന്റെ അവസ്ഥയെ മാറ്റിയല്ല, വിക്ക് മാറ്റിയല്ല. മോശയുടെ വിക്കോടുകൂടി സ്വീകരിക്കുന്ന ദൈവം. അപ്പൊ മോശ ഇങ്ങനെ നോക്കിയപ്പം ഒരു സ്വരം, മോശ നീ ഇങ്ങ് അടുത്തു വാ. മോശ അടുത്തിരുന്നു. നിന്റെ ചെരുപ്പ് ഊരി മാറ്റ്. മോശ ചെരുപ്പ് ഊരി മാറ്റി. എന്താണ് ചെരുപ്പ് എന്നുള്ളതിന്റെ അർത്ഥം ബൈബിളിൽ? ചെരുപ്പ് ഊരി മാറ്റുക എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റി ഉപേക്ഷിക്കുക എന്നാണ്. സെക്യൂരിറ്റി ഉപേക്ഷിക്കുക, സുരക്ഷിതത്വം ഉപേക്ഷിക്കുക, അതാണ് ചെരുപ്പ് ഊരി മാറ്റുക. ചെരുപ്പെന്ന് പറഞ്ഞാൽ കാലിൽ പൊടി പറ്റാതിരിക്കാൻ, കാല് കല്ലിൽ തട്ടാതിരിക്കാൻ, മുള്ളു കൊള്ളാതിരിക്കാൻ മനുഷ്യനുണ്ടാക്കിയ സെക്യൂരിറ്റി, അത് ഊരി മാറ്റുക. ദൈവത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നവൻ സുരക്ഷിതത്വം ദൈവത്തിൽ തന്നെ വെക്കുക. നാളെയെക്കുറിച്ചുള്ള അമിതമായ ആകുലതകൾ നമുക്ക് അരുത്, അമിതമായ ഉത്കണ്ഠകളരുത്. അതാ പറയുക, നമ്മളൊക്കെ എന്ത് ഉത്കണ്ഠയുള്ള മനുഷ്യരാ. ഒന്ന് ചുമച്ചാൽ മതി. ഇപ്പോഴൊക്കെയാണ് പഴയതുപോലല്ല, ഒരു ചുമ വർഷത്തിൽ 2 പ്രാവശ്യമേ വരുള്ളൂ, ഒരു ചുമ 6 മാസം നീണ്ടു നിൽക്കുമെന്നാ പറയാ. അപ്പം ചുമ വന്നാൽ സംശയമാണ്, TV ആണോ, വേർത്താ മതി പ്രഷറാണോ, ഞരമ്പ് തെറ്റിയാൽ മതി അറ്റാക്ക് ആണോ, ഊരിയിട്ട പാൻസി കൂടെ ഉറുമ്പ് കയറിയാൽ മതി ഷുഗറിന്റെ ആരംഭമാണോ. എന്തോ ഒരു ടെൻഷൻ ആൾക്കാർ, എന്തോ ഒരു ടെൻഷനാണ്. അപ്പം തമ്പുരാനിൽ ആശ്രയിക്കുന്നവർക്ക് ഈ അമിതമായ ടെൻഷനൊന്നുമില്ല. വർക്കല് ഒരു തുരങ്കം ഉണ്ടെന്നും പറഞ്ഞ് വൈക്കം തൊട്ട് കുനിയേണ്ട കാര്യം വല്ലതുണ്ടോ? സമയമാകുമ്പോൾ അങ്ങ് കയറി പോയാൽ പോരെ. വരുമ്പം വരുന്നതിന്റെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ആ മനക്കെട്ടി നമുക്ക് വേണമല്ലോ. അമിതമായി ഉൾക്കണ്ടരുത്. ചില ആൾക്കാർ 20-ാം വയസ്സിൽ കുത്തിയിരുന്ന് കരയുന്നു. എന്താ 90-ാം വയസ്സിലെ സ്വന്തം ശവോടെ എങ്ങനെയാന്ന് ഭാവനയും കണ്ടുകൊണ്ട്. സുരക്ഷിതത്വം ദൈവത്തിന് കൊടുക്കുക എന്നുള്ളതാ. ഞാൻ ചിലക്ക് ഇരിക്കുന്നിരിപ്പിൽ മരണമൊക്കെ സ്വയം കാണാൻ പറ്റും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേരെ ഭരണങ്ങാനത്ത് ധ്യാനിപ്പിക്കുക. ഇപ്പം കോളേജിൽ വഴക്കായണ്ട് അച്ഛന്മാർ എന്താ വെച്ചാൽ അച്ഛൻ വല്ലതൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് ഇരുത്തണം. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ ഇവർ ഇരിക്കുകയില്ല, അതുകൊണ്ട് ഇരുത്തുന്ന വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞ് 3 ദിവസം കൈകാര്യം ചെയ്യാൻ പറ്റും. എത്ര രൂപ വേണം തന്നേക്കാം, 3 ദിവസം വരെ കൈകാര്യം ചെയ്താൽ മതി എന്ന് പറഞ്ഞു ധ്യാനമന്ദിരത്തിലേക്ക്. ഞാൻ എന്റെ സർവ്വ കഴിവുകളും സർവ്വശക്തിയോടും പ്രകടിപ്പിച്ചു തുടങ്ങി. 2-ാം ദിവസമായപ്പോൾ ടാപ്പ് 3 പൊട്ടി. 3-ാം ദിവസം ബക്കറ്റിനൊന്നും കുഴയില്ല, ജനലിന്റെ കമ്പി വളയാൻ തുടങ്ങി. നല്ല മുറ്റ് സാധനങ്ങളല്ലേ, 250 അവന്മാര്. 4-ാം ദിവസമായപ്പോൾ ഒരു രക്ഷയില്ല. ഞാൻ പ്രായമുള്ള അച്ഛനോട് പറഞ്ഞു,
നാളെ രാവിലത്തെ പ്രഭാത ധ്യാനം അച്ഛൻ നടത്തിക്കോളാൻ പറഞ്ഞു. എന്നാ വിഷയം വേണ്ടി? ഞാൻ പറഞ്ഞു നിന്റെ മരണം അതങ്ങ് പറഞ്ഞോളാൻ പറഞ്ഞു. കാരണം ഇരുത്താനുള്ള ഏക മാർഗം 250 പേര് ഇരിക്കുക. 70 വയസ്സിലെ അച്ഛൻ മൈക്കിന്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എല്ലാവരും കണ്ണടച്ച് പിടിച്ചോളാൻ പറഞ്ഞു. ഇപ്പം പ്രായമുള്ള അച്ഛനായിട്ട് ഇവർക്ക് ഒരു രക്ഷയില്ല. കാരണം ഇരുന്ന് പോകില്ല, ഇത്രയും കാരണവരല്ലേ പറയുന്നത്. ഞാനാകുമ്പോൾ ഒരു വിളയും, ഈ അച്ഛനാകുമ്പോൾ അത് പറ്റുകയല്ലോ. നിന്റെ മരണം എല്ലാവരും കണ്ണടയ്ക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ചു. ശ്വാസം അകത്തേക്ക് എടുത്തു, പുറത്തേക്ക് തള്ളാൻ പറഞ്ഞു. നിന്റെ അച്ഛൻ പറഞ്ഞു ഇതാ ഒരു പുതിയ മോട്ടോർ സൈക്കിൾ നിനക്ക് മേടിച്ചു തന്നിരിക്കുന്നു. അമിതമായ സ്പീഡിൽ നീ മോട്ടോർ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ഒരു മിറ്റിലേക്ക് കയറി വണ്ടി തെറിച്ചു, നീ താഴെ വീണു. ശീഘ്രം പാഞ്ഞു വന്ന് സൂപ്പർ ഫാസ്റ്റ് നിന്റെ നെഞ്ചിലൂടെ കയറിപ്പോയി. നീ രണ്ടായിട്ട് കീറിമുറിഞ്ഞു. പോസ്റ്റ്മോർട്ടം നടത്തി, മൂക്കിൽ പഞ്ഞി വെച്ച്, കാലിൽ ഷൂസ് ഇട്ട്, തലയിൽ മുടി വെച്ച് നിന്നെ പെട്ടി കിടത്തിയിരിക്കുന്നു. അമ്മ കരയുന്നു, അപ്പം കരയുന്നു, പെങ്ങന്മാരും സഹോദരന്മാരും നാട്ടുകാരും മൊത്തം കരയുന്നു. ഇതാ 2:30 മണി സമയത്ത് അച്ഛനും കപ്പ്യാരും കുരിശും കൊടയും എല്ലാം വന്നിരിക്കുന്നു. അവരടുത്ത് വന്നു. ചന്ദനത്തിരി വെഞ്ചിരിക്കുന്നു, വെള്ളം വെഞ്ചിരിക്കുന്നു, സാമ്പ്രാണി വെഞ്ചിരിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന ആരംഭിച്ചു. ഇതാ ശരമപ്രസംഗം പറയുന്നു, എല്ലാവരും കരയുന്നു. നിന്റെ കാറോസുസ കഴിഞ്ഞു. നിന്റെ മൃതശരീരം വീട്ടിൽ നിന്ന് എടുക്കുകയാണ്. അപ്പോൾ ശവമഞ്ചം എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓർഗനയില് വിടവാങ്ങുന്നതിനെന്നുള്ളത് ശോകമയമായിട്ട് ഈ പാട്ടുകാരൻ അങ്ങ് വായിച്ചു കൊടുത്തു. എന്നുവെച്ചാൽ ഒരു നിന്റെ ശവം ഒരു പെട്ടി കിടത്തിക്കൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങി, കുത്തുകല്ലിറങ്ങി, ഓടയിലൂടെ ഇടകടിയിലൂടെ കൊണ്ടുപോകുന്നു. 10 പേര് പെട്ടി ഇതാ ഇങ്ങനെ പൊക്കി പിടിച്ചിരിക്കുന്നു. നീ പെട്ടിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കുലുങ്ങാതിരിക്കാൻ കല്ലേന്ന് കല്ല്, മണ്ണേന്ന് മണ്ണ്, തിട്ടേന്ന് തിട്ട, കയ്യാല ഇങ്ങനെ കയറി എല്ലാവരും കൊണ്ടുപോകുന്നു. പെട്ടി കിടക്കുന്ന നിന്റെ കുലുങ്ങുന്ന ദേഹത്തെ കുലുങ്ങാതിരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഇത്രയും പറഞ്ഞപ്പം എല്ലാരും കണ്ണടച്ചിരിക്കുക. ഓരോരുത്തൻ ആരുന്നുണ്ട്, പെട്ടിയിട്ട് കുലുക്കാതാറാന്ന് പറഞ്ഞു. അവന് ശരിക്കും ലയിച്ചു പോയി. അവന്റെ അടക്കം അവന് ശരിക്കും കണ്ടു. ചില ആൾക്കാർക്ക് 20-ാം വയസ്സിൽ തന്നെ സ്വന്തം ശവടക്ക് ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നവരുണ്ട്. അപ്പൊ അമിതമായ ഉത്കണ്ഠകൾ അരുത് നമ്മൾ പറയാ. അമിതമായ ഉത്കണ്ഠകൾ. സുരക്ഷിതത്വം ദൈവത്തിന് കൊടുക്കുക, ഉത്കണ്ഠകൾ തമ്പുരാൻ ഏൽപ്പിക്കുക, ദൈവകരങ്ങളിലേക്ക് നമ്മുടെ എല്ലാ ആങ്സൈറ്റിയും തമ്പുരാന് കൊടുക്കുക എന്നുള്ളതാ. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുക. ഇപ്പൊ മോശ ചെരുപ്പൂരി മാറ്റി. മോശ ചോദിച്ചു നീ ആരാ? ഉത്തരം ചോദ്യത്തെക്കാൾ കുഴയ്ക്കുന്നതായിരുന്നു. ഐ ആം ഹൂ ആം. ഞാൻ ആകുന്നവൻ ആകുന്നു. മോശയ്ക്കൊന്നും പിടിയിട്ടില്ല. നീ പോണം. എങ്ങോട്ട്? ഈജിപ്തിലേക്ക്. എന്തിന്? ജനമായ ഇസ്രയേലിനെ ഫറവോന്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കാൻ. മോശ ചോദിച്ചു ദൈവമേ 80-ാം വയസ്സിൽ നീയും തുടങ്ങിയോ തമാശ പറയാനായിട്ട്? 20-ാം വയസ്സിൽ നല്ല സിമന്റിയാക്ക് പോലെ മസിലും തൂക്കിയിട്ട് നടന്നപ്പം നീ പറഞ്ഞിരുന്നെങ്കിൽ ഫറവോനെ തോപ്പിച്ചിട്ട് ഇസ്രയേലിനെ മോചിപ്പിക്കാം. ഇപ്പൊ എനിക്ക് പറ്റുമോ? ഒന്നാമത് എനിക്ക് എന്റെ പേര് മൊത്തം പറയണമെങ്കിൽ EMSന്റെ ഇരട്ടി സമയം എടുക്കും. അത്രയും കഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. ദൈവം വിക്ക് മാറ്റാമെന്ന് പറഞ്ഞില്ല. ദൈവം പറഞ്ഞു നിനക്ക് വേണ്ടി സംസാരിക്കാൻ അഹറോൻ വരും. മോശ പറഞ്ഞു അഹറോൻ വരും. പക്ഷേ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കുഴമ്പ് പെരട്ടാവുന്ന എല്ലാ സന്ധിബന്ധങ്ങളിലും പെരട്ടിയിരിക്കുന്ന ഈ വാദത്തിന്റെയും പിത്തത്തിന്റെയും 80-ാം വയസ്സിൽ ഞാൻ എങ്ങനെ വിമോചകനാകും? ദൈവം പറഞ്ഞതെന്താ? നിന്നോടൊപ്പം ഞാനുണ്ട്. മോശ വീണ്ടും തർക്കിച്ചു, ദൈവമേ ഫറവോന് ആയുധങ്ങളുണ്ട്, എനിക്ക് ആയുധം വല്ലതും ഉണ്ടോ? നിനക്ക് ആയുധം വേണം. എന്താ മോശ നിതിലിരിക്കുന്നത്? മോശ കയ്യിലോട്ട് നോക്കിയപ്പം ആട്ടുമൂത്രവും ചാണകവും വീണ് വൃത്തികേടായ ഇടയന്റെ ഉണക്ക വടി. ഈ വടി നീ താഴോട്ടിട്. ഈ വടിയോ? ഇടറാ മോശ വടി താഴോട്ടിട്ടു. പിടിക്കടാ അതിനെ. മോശ പറഞ്ഞു അയ്യോ പാമ്പ്, വെറും പാമ്പ്, വെറും വെമ്പാല, രാജവെമ്പാല, പിടിയിടാ അതിനെ. വീണ്ടും ബാലയെ പിടിച്ചു. പഴയ വടിയായിട്ട് മാറി എന്നാ പറയുക. ഈ വടിയും കൊണ്ട് മോശ നടന്നു മരുഭൂമിയിൽ. ഈ വടി വീശിയപ്പോൾ കാട്ടുമന്നയും കാടപ്പക്ഷിയും, വടി കൊണ്ടടിച്ചപ്പോൾ പാറയിൽ തണുത്ത വെള്ളം, ഈ വടി മുട്ടിച്ചപ്പോൾ കടൽ തെളിഞ്ഞു, കര തെളിഞ്ഞു, ജനം മറുകര കടന്നു. മോശയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് 4 ഉണങ്ങിയ സാധനങ്ങൾ. പുറപ്പാടിന്റെ പുസ്തകത്തിൽ മോശയ്ക്കുള്ളതെല്ലാം വരണ്ട സാധനങ്ങൾ, ഉണങ്ങിയ സാധനങ്ങൾ. 1 ഉണക്കവടി, 2 ഉണങ്ങിയ മരുഭൂമി, 3 ഉണക്കപ്പാറ, 4 ഉണങ്ങിയ ശരീരം. പച്ച പിടിച്ചതൊന്നുമില്ല, എല്ലാം വരണ്ടു പോയവനാ മോശ. ഉണങ്ങിയ ശരീരം, ഉണങ്ങിയ പാറ, ഉണങ്ങിയ മരുഭൂമി, ഉണക്ക വടി. പക്ഷെ ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ ഉണങ്ങിയ മരുഭൂമിയിൽ തണുത്ത വെള്ളം, ഉണക്കപ്പാറയിൽ ജീവന്റെ ഉറവ, ഉണങ്ങിയ വടി കൊണ്ട് അത്ഭുതങ്ങൾ, ഉണങ്ങിയ ശരീരത്തിൽ ദൈവത്തിന്റെ വലിയ അത്ഭുതം. തമ്പുരാനോട് ചേർന്ന് നിൽക്കുമ്പം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സമൃദ്ധമായിട്ട് വരുമെന്നാ പറയുക. ദൈവത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം ഉണ്ടല്ലോ. പ്രായം ചെന്ന അച്ഛന്മാരെ കണ്ടിട്ടില്ലേ? പ്രായം ചെന്ന അച്ഛന്മാര് ആകെപ്പാടെ മുഷിഞ്ഞ ലോഹ. വികാരിച്ചന്മാരുടെ ലോഹയുടെ കൈയുടെ അറ്റം കണ്ടാലറിയാം ഈ ആഴ്ച ഏതെല്ലാം കക്ഷി കൂട്ടിയിട്ടുണ്ടെന്ന്. അത്രയും മുഷിഞ്ഞ ലോഹ, അലക്കാത്ത കുപ്പായം, ആകെപ്പാടെ കുഴമ്പിന്റെ എണ്ണയുടെ മണം, ഇതെല്ലാം ഉള്ളതാ. വികാരിച്ചൻ കാണിക്കുന്നു പുതിയ ലോഹ തയ്പ്പിച്ച് തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നടപ്പുണ്ടും. അപ്പൊ ഇതിങ്ങനെ ഏതവസ്ഥ എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള അച്ഛനാണേലും ശരി, ഒരു പ്രാർത്ഥന സുറിയാനി 2 വാക്കും കാളംപോളും 2 വെട്ടും.
എന്തെല്ലാം അത്ഭുതങ്ങളാണ് നടന്നുകൊണ്ടിരുന്നത്. വിശ്വാസം ഒന്ന് മാത്രമാ. വിശ്വാസം ഒന്ന്. പഴയകാല അച്ഛന്മാരൊക്കെ പ്രാർത്ഥിച്ചാൽ ഏക്കുമായിരുന്നല്ലോ. അവർക്കൊന്നും ഞങ്ങളുടെയൊക്കെ നാട്ടിലൊരു അച്ഛനുണ്ടായിരുന്നു, കാട്ടാനയെ വിലക്കുന്ന അച്ഛൻ. ആന വരികയല്ല, വിലക്കും. ചാഴിയെ വിലക്കുന്ന അച്ഛന്മാരെ കണ്ടിട്ടുണ്ടായിരുന്നു. വിശ്വാസമാ. തീപ്പെട്ടിക്കകത്ത് അമ്മ എന്റെ പല പ്രാവശ്യം പാടത്തുനിന്ന് ചാഴിയിട്ട് തന്നിട്ടുണ്ട്. 5-6 കുഞ്ഞ് ചാഴിയായിട്ട് കൊണ്ടുവരും. അച്ഛൻ എന്ന് പറഞ്ഞ സുറിയാനി ഏണ്ടൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു പിടിയില്ല, തരും, കൊണ്ടുവിടറാ കണ്ടതിലോട്ടെന്ന് പറയും. ഞാൻ കൊണ്ടുവന്നങ്ങോട്ട് വിടും. വിടുന്ന പാടെ എല്ലാ ചാഴിയും കൂടെ പറന്നുപോയി രാജ്യം വിട്ടു പോവുക. ഈ വിലക്കിന്റെ പവർ ഇപ്പൊ അത്രയും പവർ ഏശുന്നില്ല. എന്നേലും കൂടെ തരും ചാഴിയെ വിലക്കാനും പറഞ്ഞു. ഞാൻ എന്റെ ഹീറോ ഹോണ്ട മോട്ടോർ ബൈക്ക് ഓടിച്ചോണ്ട് ചെല്ലും. അതേ നിറങ്ങും, ചാഴിയെ നോക്കും, ആനാമ്പളും എടുക്കും, 2-3 ഇംഗ്ലീഷ് വാക്ക് പറഞ്ഞ് വെഞ്ചരിച്ചു പോരും. ഞാൻ വണ്ടിയെ കയറുമ്പോഴത്തേക്ക് അയൽവക്കത്തെ ചാഴിയും കൂടെ ഈ കണ്ടത്തിലേക്ക് തിരിച്ചു കയറി വരുന്നു. അപ്പം പഴയതോടെ ഏശുന്നില്ല. അച്ഛന്മാരുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്നൊരു തോന്നല്. ഒരച്ഛന്റെ അടുത്ത് ഒരു മനുഷ്യൻ ഒരു ജീപ്പും കൊണ്ട് വന്നു. അച്ഛൻ ഒന്ന് വെഞ്ചരിക്കാൻ പറഞ്ഞു. അച്ഛൻ വെഞ്ചരിച്ച് എല്ലാ ജീപ്പിന്റെ സകല ഭാഗത്തും കുരിശും വരച്ച് കൊടുത്തു വിട്ടു. പക്ഷെ ഇയാള് വണ്ടിയും കൊണ്ട് പോകുന്ന വഴിക്ക് വണ്ടി വെള്ളം, തോട്, കണ്ടം, ചെളി, കിണർ അവിടെ ഇടിച്ച് വെള്ളം എവിടെ ഉണ്ടോ അങ്ങോട്ട് ഇടിച്ചിടിച്ച് കയറുക. ഇയാളത് എന്നാ ഇടപാടാ ഇത്? ആകപ്പാടെ സങ്കടം. ഈ മനുഷ്യൻ വണ്ടിയും കൊണ്ട് വേഗം അച്ഛൻ്റെ അടുക്ക് വന്നു. എന്റെ അച്ഛ, തോട്, കണ്ടം, ചെളി, കിണർ കാണുമ്പം വണ്ടി വെള്ളത്തിൽ പോയി വീഴുക, എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. അച്ഛൻ പറഞ്ഞു, ഞാനെങ്ങനെ വെഞ്ചരിച്ച അങ്ങനെ പറ്റുന്നില്ല, എന്നാ പറ്റിയ മക്കളെ എന്ന് പറഞ്ഞു. അപ്പം രാവിലത്തെ ബുക്ക് മാർക്ക് വെച്ചിട്ടുണ്ട് വെഞ്ചരിച്ച പുസ്തകത്തിന്റെ. അച്ഛൻ വണ്ടി കൊണ്ടുപോയി കൊണ്ടുവന്നു. ബുക്ക് നോക്കിയിട്ട് അച്ഛൻ പറഞ്ഞു, അയ്യോ അബദ്ധം പറ്റിയതാ മക്കളെ, ഞാൻ വള്ളത്തിന്റെ വെഞ്ചരിപ്പാ വെഞ്ചരിച്ചത്, ജീപ്പിന്റെ വെഞ്ചരിച്ച ഇനി കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ചിലപ്പോ അപ്പൊ ഏക്കോ ഇല്ലോ സംശയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഞാൻ ആലുവായില് മിണ്ടാമർത്തി ധ്യാനിപ്പിക്കുക. അപ്പം ആലുവ മിണ്ടാമർത്തി ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് മദർ പറഞ്ഞു, എന്റെ യോസച്ച, ഇവിടുത്തെ മാവിൽ മാങ്ങ ഉണ്ടാകുമ്പോൾ അണ്ടിക്കകത്തെല്ലാം വണ്ട്, അതുകൊണ്ട് അച്ഛൻ ഈ അണ്ടിയിലെ വണ്ടിനെ ഒന്ന് ബന്ധിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്നെ എടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഊറാലി ആനമ്പളം കൊണ്ടുവരാൻ പറഞ്ഞു. ഞാനോർത്ത് ഈ സിസ്റ്റേഴ്സ് ഇത്രയും നിഷ്കളങ്കമായിട്ട് പറഞ്ഞതല്ലേ, സർവ്വശക്തിയോടും കൂടെ ഞാൻ ഉള്ളുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ബന്ധിച്ചു, ദൈവമായ കർത്താവേ, ഈ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിലെ വണ്ടിനെ ബന്ധിക്കണം ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാൻ ആനാമ്പളവും കളിച്ചിട്ട് പോകും. ഒരാഴ്ച കഴിഞ്ഞ് മദറിന്റെ കത്ത്, എന്റെ അച്ഛനും പ്രാർത്ഥിക്കുന്നില്ല, പക്ഷെ ഇത്രയും പവറുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ അറിഞ്ഞു. അച്ഛൻ പോയതിന്റെ 3-ാം ദിവസം ഭയങ്കര മഴയും കാറ്റും വന്നപ്പം മാവ് മൂടെ ഒടിഞ്ഞു പോയി. അതോടെ വെഞ്ചരിപ്പം തീർന്നു. അപ്പം നമുക്ക് എത്രമാത്രം നമ്മുടെ വിശ്വാസം എന്നുള്ളതാണ്. വിശ്വാസം ഇപ്പൊ ജീവിതത്തിൽ തമ്പുരാൻ നടത്തുന്നൊരു ബോധ്യം, ദൈവം കൊണ്ടുപോകുന്നുള്ള ഉറപ്പ്, ഈ ഉറപ്പ് ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുക. ഇതാണ് വിശ്വാസം എന്ന് പറയുക. ഇപ്പൊ മോശയ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവം നടത്തും, ദൈവത്തിന്റെ പരിപാലനം നടത്തും, ഈ ഉറപ്പ്. ആൾക്കാർക്കുള്ള വിശ്വാസം അതൊക്കെ അല്ലേ. ഒരു കുടിയൻ പൂസായിട്ട് ഇലക്ട്രിക് പോസ്റ്റേ കയറി ഇരിക്കുക. കുടിയൻ ഇലക്ട്രിക് പോസ്റ്റേ കയറി ഇരുന്ന കുടിയനെ ഫയർഫോഴ്സും ആൾക്കാരെല്ലാം വന്നു, ചാടല്, നീ കുരുത്തക്കേടൊന്നും കാണിക്കല്ല എന്ന് പറഞ്ഞ് എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ട് വന്നു. കുടിയൻ ഇപ്പം ചാടുമെന്നും പറഞ്ഞ് നിൽക്കുകയും എല്ലാരും പറഞ്ഞു ചാടാനിരിക്കുക. ഇപ്പം പ്രായമുള്ള വിചാരിച്ച നില വന്നു, മത്തായി മര്യാദയ്ക്ക് താട്ട് പാടാന്ന് പറഞ്ഞു. അവനില്ല, ഇപ്പം ചാടുമെന്ന് പറഞ്ഞു. നീ ചാടുമല്ലെന്ന് ചോദിച്ചു. അച്ഛൻ ഇങ്ങനെ ഒരു ആശീർവാദം കൊടുത്തു. മത്തായി വേഗം പോസ്റ്റിൽ നിന്ന് ഇറങ്ങി താഴെ വന്നു. അപ്പൊ എല്ലാരും പറഞ്ഞു, അച്ഛനങ്ങ് നടന്നുപോയി. ചോദിച്ചു, എന്നാടാ നീ ഇത്രയും പോലീസ് പോലും പറഞ്ഞിട്ട് ഇറങ്ങാഞ്ഞ് നീ അച്ഛൻ ഇങ്ങനെ വന്ന് കാണിച്ചു, നീ എന്നാ ഇറങ്ങി പോന്നു? ഞാൻ പറഞ്ഞു, ചില്ലറ അച്ഛനാണോ? കത്തനാര് പറഞ്ഞ എന്നാ, മത്തായി നീ കീഴോട്ട് വന്നില്ലെങ്കിൽ ഞാനിത് മൂടെ വെട്ടി കളയുന്ന പറഞ്ഞു. അതുകൊണ്ട് ഞാനും ഇറങ്ങിപ്പോന്നു. അപ്പൊ പറഞ്ഞാലൊക്കുമെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണ്ടേ? പറഞ്ഞാലൊക്കുമെന്നൊരു വിശ്വാസം. ഇപ്പൊ തമ്പുരാൻ കാത്തോളൂ എന്നൊരു വിശ്വാസം. അപ്പൊ ആ വിശ്വാസമാണ് നമുക്ക് ആവശ്യം, അടിസ്ഥാനപരമായ വിശ്വാസം. മോസസിന് ആ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ കർത്താവ് ഈശോ പറയുന്നുണ്ട്, ലൂക്കാസ് സുവിശേഷം 17:5 ശിഷ്യന്മാര് കർത്താവിനോട് പറയുന്ന വാക്ക് എന്താ? കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഇതാണ് ശിഷ്യന്മാരുടെ പ്രാർത്ഥന. കാരണം ഈ വിശ്വാസം സ്വന്തം ബുദ്ധി കൊണ്ട് നേടാവുന്നതല്ല, തമ്പുരാൻ തന്നാലേ ഉള്ളൂ, ദൈവം തന്നാലേ ഉള്ളൂ. സ്വന്തം ബുദ്ധി കൊണ്ട് നേടാവുന്നതല്ല. ഇതൊരു സൂപ്പർ നാച്ചുറൽ ഗിഫ്റ്റാണ്, ഡിവൈൻ ഗിഫ്റ്റാണ്. നമുക്കൊക്കെ ഒത്തിരി ഭാഗ്യമുള്ളവരാ. വിശ്വാസമുള്ള ഒരു കത്തോലിക്ക കുടുംബത്തിൽ പിറക്കാൻ പറ്റി, വിശ്വാസമുള്ള ഒരു ക്രൈസ്തവ പാരമ്പര്യത്തിൽ നമുക്ക് ജനിക്കാൻ പറ്റി, വിശ്വാസമുള്ള മാതാപിതാക്കളിൽ നിന്നും ഈ ഭൂമിയിൽ നമുക്ക് ജന്മമെടുക്കാൻ ഭാഗ്യമുണ്ടായി. നമ്മൾ ഒരു കാരണവശാലും നിരീശ്വരവാദിയോട് തർക്കിക്കരുത്. കാരണം തർക്കിച്ച് സ്ഥാപിക്കാവുന്നതല്ല വിശ്വാസം, ദൈവം തന്നാലേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മാതാപിതാക്കളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. ഇന്ന് ആരും ആരെയും വിശ്വസിക്കരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു ലോകത്തിലല്ലേ നമ്മൾ ജീവിക്കുക. ആരും ആരെയും വിശ്വസിച്ചേക്കരുത്.
പിള്ളേരോട് പറയും ആ വീട്ടിൽ കയറരുത്, ഈ വീട്ടിൽ കയറരുത്, വിശ്വസിക്കാൻ കൊള്ളുകയില്ല. എല്ലാവരുടെയും ഓർമ്മയേതാ, വിശ്വസിക്കാൻ കൊള്ളുകയില്ല. ഒരു ചെറുപ്പക്കാരൻ അപ്പനോട് പറഞ്ഞു, 20 വയസ്സുള്ള മോൻ 50 വയസ്സുള്ള അപ്പനോട്, അപ്പ ഞാൻ കച്ചവടം തുടങ്ങാൻ പോവുക, എന്റെ ഫാമിലി ഷെയർ അപ്പൻ എനിക്ക് തരണം, 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ എനിക്ക് തരണം. അതുപോലെ ബിസിനസിന്റെ ആദ്യത്തെ പാഠവും അപ്പൻ തന്നെ എന്നെ പഠിപ്പിക്കണം. അപ്പൻ പറഞ്ഞു, മോനെ, നിനക്ക് ബിസിനസ് തുടങ്ങാനുള്ള മനക്കെട്ടി ഉള്ളതായിട്ട് തോന്നുന്നില്ല, അതുകൊണ്ട് 2 ലക്ഷം രൂപ നിനക്ക് തരേണ്ടതായിട്ടും അതിനുള്ള മനഃശക്തി ഉണ്ടെന്ന് തോന്നുന്നു തരികയില്ല. അവൻ നിർബന്ധിച്ചു, രാഷ്ട്രീയക്കാരെ എല്ലാവരെയും സ്വാധീനിച്ച് പറയിപ്പിച്ചു. അവസാനം അപ്പനെ സമ്മതിച്ചു, 2 ലക്ഷം രൂപയും തരാം, ബിസിനസിന്റെ 1-ാം പാഠവും ഞാൻ നിന്നെ പഠിപ്പിക്കാം. അപ്പം പറഞ്ഞു, അതിനു മുമ്പ് ഒരു വ്യവസ്ഥയുണ്ട്. 2.5 ലക്ഷം രൂപ തരണമെങ്കിൽ അതിനു മുമ്പ് നമ്മുടെ 2 നില കെട്ടിടത്തിന്റെ വീടുണ്ട്, ആ വീടിന്റെ മുറ്റത്ത് ഞാൻ മെത്തയും കൊണ്ട് നിൽക്കുമ്പം ഉച്ച കഴിഞ്ഞ് 2 മണി സമയത്ത് നീ വീടിന്റെ ടെറസേ കയറണം. താഴെ മെത്തയും കൊണ്ട് നിൽക്കുന്ന എന്നെ നീ ഒന്ന് സൂക്ഷിച്ചു നോക്കണം. നോക്കിയിട്ട് ഞാൻ 1, 2, 3 എന്നെണ്ണുമ്പോൾ താഴെ നിൽക്കുന്ന അപ്പനെ വിശ്വസിച്ച് 10-70 അടിയോളം പൊക്കമുള്ള ആ പൊക്കത്തിൽ നിന്നും കീഴത്തെ മെത്തയിലോട്ട് ചാടാൻ ധൈര്യം ഉണ്ടെങ്കിൽ 2.5 ലക്ഷം രൂപയും തരാം, ബിസിനസിന്റെ 1-ാം പാഠവും ഞാൻ പഠിപ്പിക്കാം. അവൻ പറഞ്ഞ കാഴ്ച തരുമെങ്കിൽ അതിനേക്കാൾ പൊക്കത്തിൽ നിന്ന് ചാടാൻ ഞാൻ തയ്യാർ. ഉച്ച കഴിഞ്ഞ് 2:30 മണി സമയത്ത് അപ്പൻ മെത്തയായിട്ട് മുറ്റത്ത് നിന്നു. ഇവൻ ഗോവണി വെച്ച് ടെറസേ കയറി. അവിടെ നിന്നോണ്ട് അവൻ പറഞ്ഞു, അപ്പ കണ്ണ് വെട്ടിച്ചേക്കരുത്, മെത്ത തെന്നി പോയേക്കരുത്. ബിസിനസ് തുടങ്ങണോ, കച്ചവടത്തിന് 1-ാം പാഠം പഠിക്കണോ, ഇത്രയും ട്രസ്റ്റ് വേണം, ചാടിക്കൊള്ളാൻ പറഞ്ഞു. 1, 2, 3 അപ്പൻ എണ്ണി. ഇവൻ ഒറ്റ ചാട്ടം ചാടി. അതേ സെക്കൻഡിൽ അപ്പൻ മെത്തയും മരിച്ചോണ്ട് ഒറ്റ ഓട്ടം. താഴെ വീണവന്റെ മുട്ട് പൊട്ടിപ്പോയി, നടു പുളുക്കിപ്പോയി, പുഴുവിനെ പോലെ വളയാൻ തുടങ്ങി. അവൻ പറഞ്ഞാലും അപ്പൊ ഇത് കൂട്ട് കൊലച്ചതി അപ്പൻ എന്നോട് തന്നെ കാണിച്ചല്ലോ. അപ്പം പറഞ്ഞു, മോനെ, ഇതാണ് ബിസിനസിന്റെ 1-ാം പാഠം, സ്വന്തം അപ്പനെ പോലും വിശ്വസിക്കരുത്, ഇതാണ് കച്ചവടത്തിന്റെ 1-ാം പാഠം. അപ്പൊ ആരും ആരെയും വിശ്വസിക്കരുത് പഠിപ്പിക്കുന്ന ഒരു ലോകത്താണ് പറയുക, കർത്താവായ യേശു ക്രിസ്തുവിൽ നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വേണം. വിശ്വസിക്കുക, ദൈവത്തോടൊപ്പം ആയിരിക്കുക. അങ്ങനെ വിശ്വസിച്ചവളാണ് പരിശുദ്ധ അമ്മ. എലിസബത്ത് പരിശുദ്ധ അമ്മയെ നോക്കി പറഞ്ഞത് എന്താ? വിശ്വസിച്ച മകളെ നീ ഭാഗ്യവതി. മാതാവിന്റെ ജീവിതം മുഴുവൻ വിശ്വാസത്തിന്റെ ജീവിതമല്ലേ? എന്തെല്ലാം വേദനകളിലൂടെ കടന്നുപോയിട്ടും അമ്മ പൂർണ്ണമായിട്ട് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഈ വിശ്വസിക്കുന്ന അമ്മയാണ് സീറോ മലബാർ സഭയുടെ ഒക്കെ പാരമ്പര്യത്തില് കേരളത്തിലെ ആദ്യകാല ദേവാലയങ്ങൾക്ക് മുഴുവനുമുള്ള പേര് മാതാവിന്റെ പേരാണ്. പിന്നീടാണ് മറ്റു പല വിശുദ്ധരുടെയും പേരുകൾ വന്നത്. സഹസ്രാബ്ദി ആഘോഷങ്ങൾ നടത്തിയ പല പള്ളികളുടെയും പേര് മാതാവിന്റെ പേരാണ്. കേരള സഭയുടെ പാരമ്പര്യത്തിൽ ഈ മാതാവിന് വലിയൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. ഇന്ന് മാതാവിനെ മൊട്ടത്തോടെന്നും പഴത്തൊരി എന്നൊക്കെ വിളിക്കുന്ന ബന്ധുക്കോസ് പ്രസ്ഥാനങ്ങളുണ്ട്. മനഃപൂർവ്വം മാതാവിനെ പേരെടുത്ത് പരിഹസിക്കുന്നവരുണ്ട്. അപ്പൊ അവിടെയൊക്കെ ആ അമ്മയുടെയൊക്കെ വില വിശ്വസിച്ച അമ്മ. ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, കർത്താവ് നിന്നോട് കൂടെയുണ്ട്. എലിസബത്ത് പറഞ്ഞു, നീ എന്റെ കർത്താവിന്റെ അമ്മയാണ്. ഈശോ പറഞ്ഞു, സംഭവിച്ച ഉദരം പാലൂട്ടിയ ഭയോദരങ്ങൾ അവയെ നോക്കിക്കൊണ്ടാ പറയുക, വചനം പാലിച്ച എന്റെ അമ്മ. ലോകത്താരെല്ലാം വചനം പാലിക്കുന്നു, അവരെല്ലാം അമ്മയാണ്. യേശുവിന്റെ അമ്മയായിട്ടാ വരിക. ചിലരൊക്കെ പറയും, ഈശോയ്ക്ക് വേറെ സഹോദരന്മാരുണ്ടോ? ബൈബിൾ വായിക്കാത്തവരെ ചോദിക്കുക. യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബും യോഹന്നാനും എന്ന് പറയുന്നു. അവരുടെ അമ്മമാരുടെ പേര് യോഹന്നാൻ 19 കൊടുത്തിരിക്കുന്നു. യേശുവിന്റെ സഹോദരന്മാരായ യാക്കോബിന്റെ അമ്മയായ മറ്റേ മറിയവും ജെയിംസിന്റെ അമ്മയായ ശലോമിയും കുരിശിന് ചവിട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് സഹോദരന്മാരില്ല എന്ന് സ്വന്തം മറിയത്തിന്റെ മക്കൾ ഇല്ലെന്നർത്ഥം. തന്നെയുമല്ല, ഈശോ കുരിശി മരിക്കുമ്പം മാതാവിന് വേറെ ഏതെങ്കിലും മകനുണ്ടെങ്കിൽ ഈശോ പറയുകയല്ലേ, അനിയ അമ്മയെ നോക്കിക്കോണം, ഞാനിതാ തൂങ്ങാൻ പോകുന്നു, അമ്മയുടെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. വല്ല യോഹന്നാനെ ഏൽപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇപ്പൊ സാമാന്യ ബോധമുള്ളവർക്ക് തന്നെ ബൈബിളിൽ ഉത്തരവുണ്ട് ഇതിനെക്കുറിച്ച്. വേറെ ചില ആൾക്കാർക്ക് മാതാവിന്റെ കന്യാത്തത്തെ കുറിച്ച് പ്രശ്നം. ഒരിക്കൽ ബസ്സിൽ പോയപ്പോൾ ബന്ധുക്കോസ് പാസ്റ്റർ എന്റെ അടുക്കിരിപ്പുണ്ട്. എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് ഓർക്കുമ്പോൾ സഹിക്കാൻ മേല. ഞാൻ എന്നാ പറ്റിയെന്ന് ചോദിച്ചു. മാതാവ് പ്രസവിച്ചിട്ട് എങ്ങനെ അച്ഛാ കന്യകയായിട്ടിരിക്കുന്നു, എനിക്ക് ഓർക്കുമ്പോൾ സഹിക്കാൻ മേല എന്ന് പറഞ്ഞാൽ മാതാവിന്റെ കന്യാത്തം അവന്റെ കഞ്ഞി പ്രശ്നമല്ലേ? എന്ത് കഷ്ടപ്പെട്ടാ പറയുന്നു. ഇയാൾക്ക് 40-45 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, വന്യ മനുഷ്യ, മാതാവിന്റെ കന്യാത്തം മാതാവും ഈശോയും ദൈവവും കൂടെ നോക്കിക്കോളും. ഇങ്ങേർക്ക് വയസ്സ് 45 ഉള്ളൂ. നാട്ടിലെ പെണ്ണുങ്ങളുടെ കന്യാത്തം കളയാതെ ഇങ്ങേര് നോക്കിയാൽ മതി, മറ്റേ തമ്പുരാൻ നോക്കിക്കോളും. അവനോടൊക്കെ പിന്നെ ഇതല്ലേ പറയേണ്ട മറുപടി? ഇപ്പൊ പരിശുദ്ധ അമ്മയ്ക്ക് സഭയുടെ ചരിത്രത്തിൽ നിർണായകമായ പങ്കുണ്ട്. നമ്മൾ കാണുന്നു മാതാവിനെ കുറിച്ചുള്ള ചിന്തകളില് ടിപ്പു സുൽത്താന്റെ സൈന്യം, കർണാടകത്തിലെ ബാംഗ്ലൂരിലെ വാഡിയാർ രാജാവിന്റെ സൈന്യാധിപനായ ടിപ്പു സുൽത്താൻ പട്ടാളവുമായിട്ട് വരിക. കാസർഗോഡ്, കണ്ണൂർ പ്രദേശങ്ങളിൽ, മലപ്പുറം പ്രദേശങ്ങളിൽ ഹിന്ദുക്കളെയും ക്രൈസ്തവരെയും എല്ലാം ഇസ്ലാം മതത്തിൽ വാള് കാണിച്ച് പേടിപ്പിച്ചും വെട്ടിക്കൊന്നുമാ ഈ ടിപ്പു സുൽത്താന്റെ വരവ്. അങ്ങനെ കൊടുങ്ങല്ലൂർ പറവൂർ പ്രദേശത്തോടുകൂടി ആലങ്ങാട് അങ്ങേ പ്രദേശത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് കുതിരപ്പുറത്ത് ടിപ്പു സുൽത്താനും സൈന്യവും വരുമ്പം
ഒരു സ്ഥലത്ത് വെച്ച് സൈന്യത്തെ തടഞ്ഞുകൊണ്ട്, പട്ടാളത്തെ തടഞ്ഞുകൊണ്ട് ഒരു മാവ് ചെരിഞ്ഞു കൊടുത്തു. കേരള സഭയുടെ പാരമ്പര്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഒരു മാവ് ചെരിഞ്ഞു കൊടുത്തു. ആ മാവിൽ തട്ടി സുൽത്താന്റെ സൈന്യം മുമ്പോട്ട് പോകാതെ ബ്ലോക്ക് ആക്കപ്പെടുക. അങ്ങനെ മാവ് ചെരിഞ്ഞു കൊടുത്ത സ്ഥലത്തിനാണ് കേരള സഭയിൽ കൂനമ്മാവ് എന്ന പേരിൽ അറിയപ്പെടുക. അന്ന് 8 നോയമ്പിന്റെ കാലമാ. മാതാവിന്റെ നാമത്തിൽ OCD കർമ്മലീതാശ്രമത്തിൽ കൊന്ത നടക്കുന്നു. അപ്പോൾ തള്ളമാരുള്ളുരുകി പ്രാർത്ഥിച്ചു, മുസ്ലിം തീവ്രവാദികളുടെ കയ്യിൽ നിന്നും പട്ടാളത്തിന്റെ കയ്യിൽ നിന്നും ഞങ്ങളുടെ മക്കളെയും എല്ലാം കാത്തോളെ. അങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചിരുന്ന ദേവാലയവും അതിന്റെ പരിസരവും മഞ്ഞുകൊണ്ട് മൂടി. അങ്ങനെ മഞ്ഞുകൊണ്ട് മൂടി ആ സ്ഥലത്തെ കേരള ചരിത്രത്തിൽ മഞ്ഞുമേൽ എന്ന് വിളിച്ചു. അന്ന് മുതൽ 8 നോമ്പ് ആചരണങ്ങൾ കേരള സഭയിൽ കൂടുതൽ ശക്തിയോടെയായി. അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നില്ലെങ്കിൽ നമ്മൾ പലരും ഇന്ന് ബഷീറും ഫാത്തിമയും ഇങ്ങനെയുള്ള പേരുകളോട് നടക്കേണ്ടി വരാം. ഇപ്പൊ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടല്, മധ്യസ്ഥത നമ്മൾ ലോകത്ത് കാണുന്നുണ്ട്. വീണ്ടും ആദിമസഭ കുർബാന അർപ്പിച്ചു. പത്രോസും യാക്കോബും യോഹന്നാനും ഒക്കെ അപ്പവും വീഞ്ഞും ഉയർത്തിപ്പിടിച്ച് ഇതെന്റെ ശരീരം ഇതെന്റെ രക്തമെന്നും പറഞ്ഞ് ബലി അർപ്പിച്ചപ്പോൾ വിശ്വാസികളുടെ സമൂഹത്തിന് മുമ്പിൽ മെലിഞ്ഞ ഒരു സ്ത്രീ നരബാധിച്ച മുടിയുമായി ഇടറിയ പാദങ്ങളോടെ തുടിക്കുന്ന ഹൃദയത്തോടെ കുർബാനയിൽ പങ്കെടുത്തു. അത് യേശുവിന്റെ അമ്മയായ പരിശുദ്ധ മറിയം. അപ്പോൾ മാതാവിന്റെ ഓർമ്മ എന്തായിരുന്നു? ഇതെന്റെ ശരീരം ഇതെന്റെ രക്തം എന്ന് പറഞ്ഞപ്പോൾ മാതാവിന്റെ ഓർമ്മ, എന്റെ ഗർഭപാത്രത്തിൽ ഞാൻ പടത്തിയ ശരീരം, എന്റെ മുലപ്പാല് കുടിച്ചു പടന്ന ശരീരം, എന്റെ മടിയിൽ താമര തണ്ടുപോലെ തളർന്നു കിടന്ന ശരീരം. ഇതാണ് പരിശുദ്ധ അമ്മയും കുർബാനയും തമ്മിലുള്ള ബന്ധം, അമ്മയും സഭയും തമ്മിലുള്ള ബന്ധം. അപ്പോൾ അമ്മയുടെ വിശ്വാസം, ഈ വിശ്വാസ ദാർഢ്യമാണ് നമുക്ക് ആവശ്യം. നമ്മളൊക്കെ പ്രാർത്ഥിക്കണം വിശ്വാസത്തിന്റെ വരത്തിൽ വളരാൻ, വിശ്വാസത്തിൽ നിറയാൻ, വിശ്വസിക്കുന്ന മക്കളായി ജീവിക്കാൻ. അങ്ങനെ വിശ്വാസത്തിന് വലിയ അഭിഷേകം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ നമ്മുടെയൊക്കെ വിശ്വാസം കാണാപ്പാടം പഠിച്ച വിശ്വാസമാണ്. ഈശോ പത്രോസിനെ എങ്ങനെയാ വിശ്വാസത്തിൽ വളർത്തിയത്? മത്തായിയുടെ സുവിശേഷം 14 യോഹന്നാൻ 6 കാണാം ഈശോ പത്രോസിനെ വിശ്വാസത്തിൽ വളർത്തിയത്. ഒരു രാത്രിയിൽ പത്രോസ് വള്ളത്തിന്റെ അമരത്ത് തല വെച്ച് കൂർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുമ്പം ദൈവം പത്രോസിനെ വിളിച്ചിറക്കുക വെള്ളത്തിലേക്ക്. ദൈവം വളർത്തിയത് എങ്ങനെയാ? വെള്ളത്തിൽ നടന്ന പത്രോസിനെ വള്ളം കൂടാതെ വെള്ളത്തിൽ ജീവൻ പണയം വെപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വളർത്തുക. വള്ളത്തിലൂടെ വെള്ളത്തിൽ നടന്ന പത്രോസെ വള്ളം കൂടാതെ വെള്ളത്തിൽ നിന്ന് നടക്കണം. ഇതാണ് വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു പ്രതീക്ഷയില്ലാത്തടത്ത് നമ്മൾ പ്രതീക്ഷിക്കണം. അസാധ്യമെന്ന് കരുതുന്നത് സാധ്യമാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അല്ല, നമ്മൾ പാടുക, സാധ്യമല്ല നോർത്ത മഹാത്ഭുതങ്ങൾ സാധ്യമാക്കുന്ന ദൈവം. ഈ ഒരു ഉറപ്പ് ദൈവം നടത്തുന്നുള്ള വലിയ ഉറപ്പ്, ദൈവകരങ്ങളിൽ പിടിച്ചുകൊണ്ടുള്ള യാത്ര, ഈ ഒരു വിശ്വാസ ദാർഢ്യത്തിലേക്ക് ദൈവം നമ്മളെ വിളിക്കുക. ഇപ്പൊ കണ്ണടച്ച് തമ്പുരാൻ നടത്തുന്ന വിശ്വാസം, കുഞ്ഞു പിള്ളാരെ പോലെ വിശ്വാസം, നിഷ്കളങ്കമായ വിശ്വാസം. കൊച്ചുപിള്ളാരുടെ വിശ്വാസം തന്നെ കുഞ്ഞുങ്ങൾക്ക് നിഷ്കളങ്കതയാണ്. തമ്പുരാൻ നോക്കിക്കോളൂന്നുള്ള ഉറപ്പ്, ദൈവം നോക്കുമെന്നുള്ള ഉറപ്പ് കൊച്ചുപിള്ളാരുടെ പ്രത്യേകത അല്ലേ? നിഷ്കളങ്കമായ വിശ്വാസം. ഉള്ളിൽ കള്ളമില്ലാത്തവരാണല്ലോ പിള്ളേര്. അതുകൊണ്ട് പറയും പിള്ള മനസ്സിൽ കള്ളമില്ല. ഈശോ പറഞ്ഞു നിങ്ങൾ കുഞ്ഞുങ്ങളെ പോലെ ആകും. ഒരച്ഛൻ ഹൈറേഞ്ചിൽ ഒരു പള്ളിയിൽ വന്നു. വൈകുന്നേരം ചെന്നപ്പോഴത്തേന് പള്ളിമുറിയിൽ വികാരിയച്ഛനില്ല. അച്ഛന് പിന്നെ പരിചയമുള്ള അയൽക്കാരന്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വീട്ടിൽ അച്ഛൻ താമസിച്ചു. രാവിലെ 5:30 എഴുന്നേക്കണം, 6:30 ബസ്സിന് പോകണം. 5:30 ആയ സമയത്ത് അച്ഛനെ വന്ന് ഒരു കൊച്ചു കുലുക്കി വിളിച്ചു. അച്ഛൻ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്ക് വീട്ടിലെ ഒരു കൊച്ചു മോൻ ഒരു കയ്യിൽ കോൾഗേറ്റിന്റെ പേസ്റ്റ്, മറുകൈയിൽ നാക്കു പഠിക്കാൻ ഈർക്കിലി കീറിയ ഒരു നാക്കു പഠിക്കാനുള്ള ആളി, ഇടത് കൈയിൽ ഒരു ബ്രഷിന്റെ ഹെയർ എല്ലാം ഇങ്ങനെ വിടന്നിരിക്കുന്നു. അച്ഛനെ കണ്ടപ്പോൾ ഛർദ്ദിക്കാൻ തോന്നി, കാരണം തേക്കാൻ കൊണ്ട് കൊടുക്കുന്നു. അച്ഛൻ പറഞ്ഞ മക്കളെ പേസ്റ്റും ഈർക്കിലിയും എടുത്തോളാം, ഇത് എനിക്ക് വേണ്ട. അതിനെ അച്ഛൻ ചോദിച്ചു, നിങ്ങളിത് തേക്കുന്നതല്ല, കൊണ്ട് എനിക്കിത് വേണ്ട, ഞാൻ വിരലുകൊണ്ട് തേച്ചോളാം. ഇപ്പൊ കൊച്ചിന്റെ നിഷ്കളങ്കമായ മറുപടി, അച്ഛാ ഇത് ഞങ്ങളാരും തേക്കുന്നതല്ല, ഇത് വിരുന്നുകാർക്ക് വെച്ചേക്കുന്നതാ. ഇതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. ഇപ്പൊ പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാ പറയുക. ഈ കള്ളമില്ലാത്ത മനസ്സോടെ വിശ്വസിക്കണമെന്നാ. ദൈവം നടത്തിക്കൊള്ളുന്ന ഉറപ്പ്, ദൈവ പരിപാലനയുള്ള ആശ്രയം, തമ്പുരാൻ കാത്തോളൂ എന്നുള്ള ഉറപ്പ്, ഇതാ വിശ്വാസം. പക്ഷെ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താ? കുഞ്ഞുനാളിൽ കാണാപ്പാടം പഠിച്ച കുറെ കാര്യങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട്, ഇതിനപ്പുറത്തേക്ക് നമുക്കൊരു വിശ്വാസവും ഇല്ല. അതുകൊണ്ടാ പറയുക, എല്ലാം നന്നായിട്ട് പോകുമ്പോൾ ഇഷ്ടം പോലെ പണം, നല്ല ദഹനശക്തി, നല്ല ബാങ്ക് ബാലൻസ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രസമാണ്. പക്ഷെ ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പം നമ്മുടെ മൂഡ് മാറാൻ തുടങ്ങും, പൊട്ടിത്തെറിക്കാൻ തുടങ്ങും, നമ്മൾ അസ്വസ്ഥരാകാനായിട്ട് തുടങ്ങും. അതുകൊണ്ടാണ് പറയുക, ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം എന്നാണ് പറയുക. ക്രിസ്ത്യാനിയെ ഒന്ന് ചൊറിയാവെങ്കിൽ അജ്ഞാനിയെ കാണാം എന്ന് പറയുന്നത് കൊണ്ടാ നമ്മൾ വിശ്വസിക്കും. കാണാപ്പാടം പഠിച്ച വിശ്വാസം കൊച്ചുപിള്ളേരൊക്കെ ഞാൻ പിഴയാളിയും മനസ്സാപ്രകടനവും വിശ്വാസപ്രമാണമൊക്കെ ചെല്ലും. നമ്മൾ എന്തെല്ലാം ഓർത്തോടെ വിശ്വാസപ്രമാണാണെങ്കിലും ചെല്ലുന്നത്, ഇങ്ങനെ ഏതൊക്കെയോ ഓർത്ത് നമ്മൾ അതിലൂടെ കടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. എത്ര മാത്രം നമ്മൾ ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കണം.
ചിലപ്പോഴൊക്കെ ഉരുവിട്ട് പഠിച്ച ഫോർമുലകൾ ചിലപ്പോഴൊക്കെ സങ്കടം തോന്നും. മുതിർന്ന ആൾക്കാർ കുംസാരിക്കാൻ വരും. 10-50 വയസ്സുള്ള ആളാ, എന്നാലും പറയുന്നത് എന്താ? ഇടിച്ചിട്ടുണ്ട്, ഞുള്ളിയിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, കൊതിച്ചിട്ടുണ്ട്. പണ്ടങ്കാട് കന്യാസ്ത്രീ പഠിപ്പിച്ച പാപം ആ ലിസ്റ്റ് ഇന്നും ഉദ്ധരിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്രയും നമ്മൾ വളർന്നിട്ടുള്ളതാ. എത്രമാത്രം ആഴത്തിലേക്ക് നമുക്ക് വളരാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും കാണാപ്പാടം പഠിച്ച ഒരു പിടി ഫോർമുല ഉള്ളിത്തട്ടാത്ത വിശ്വാസമല്ലേ. സിസ്റ്റേഴ്സ് ശൈര്യലേപനം സ്വീകരിക്കാൻ വേണ്ടി 50 പിള്ളേരെ ഒരുക്കിക്കൊണ്ടു വന്നു. ഇപ്പം പിതാവ് രൂപതയുടെ പരമാധ്യക്ഷനായിട്ട് 25 വർഷവും പിതാവ് വണ്ടിയെ വന്നിറങ്ങിയാൽ ആദ്യം കാണുന്ന 3 പേരോട് എന്തേലും ചോദിക്കത്തുള്ളൂ. അത് പിതാവിന്റെ ശൈലി. ഒന്നാമത്തെ കുട്ടിയോട് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ വെടിച്ചതുപോലെ ചാടി പറയണം, ദൈവം. രണ്ടാമത്തെ കുട്ടിയോട് എന്തിനു നിന്നെ സൃഷ്ടിച്ചു? അവന്റെ മറുപടി, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തെ ആളോട് എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തിൽ വിലയം പ്രാപിക്കുക. ഇത് സ്ഥിരം പല്ലവിയ. അപ്പോൾ സിസ്റ്റേഴ്സ് ഉറപ്പിച്ച് ഇത് തന്നെ ചോദിക്കുമല്ലോ. 3 മിടുക്കന്മാരെ തെരഞ്ഞെടുത്തിട്ട് 47 പേരെ എല്ലാ കൂട്ടവും പഠിപ്പിച്ചു. ഈ 3 പേരെ ഓരോരുത്തരും എടുത്ത് ഒരു ചോദ്യം, ഒരു ഉത്തരം. വേറെ ഒന്നും ഇവർക്കറിയത്തില്ല. ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. ഏറ്റവും മിടുക്കനെ ഏറ്റവും മുമ്പിൽ നിർത്തി. പിതാവ് ചോദിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു? ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും അവൻ ചാടി എഴുന്നിട്ട് വെടിച്ചില്ല പോലെ പറയും, ദൈവം. വേറെ ഒന്നും അവൻ അറിയത്തില്ല, ഇത് മാത്രം പറയാം. രണ്ടാമത്തവനോട് എന്തിനു നിന്നെ സൃഷ്ടിച്ചു? അവൻ പറയും, ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കാൻ. മൂന്നാമത്തവനോട് എന്താണ് ജീവിത ലക്ഷ്യം? ദൈവത്തിൽ വിലയം പ്രാപിക്കുക. ഇത്രയാണ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും തിരിയും ബൊക്കയായിട്ട് നിൽക്കുക. 8:30 വരേണ്ട പിതാവ് എങ്ങനെയോ ലേറ്റായിപ്പോയി. ഇളം വെയിലത്ത് ഒന്നാമതൊന്ന് വെച്ച് ബോധം കെട്ട് താഴെ വീണു. അവനെ താങ്ങിയെടുത്ത് പള്ളിപുരയുടെ വരാന്തയെ കൊണ്ടുവന്ന് കിടത്തി. രണ്ടാമത്തെ ഒന്നാമതായി, മൂന്നാമത്തെ രണ്ടാമതായി, നാലാമത്തെ മൂന്നാമതായി. ആകെപ്പാടെ തലതിരിഞ്ഞു. പിതാവ് താമസിച്ചെല്ലാം നോർത്തു. കാറയിൽ വന്ന് പിതാവ് ചാടി ഇറങ്ങിയിട്ട് ആദ്യം കണ്ട കുട്ടിയോട് ചോദിച്ചു, ആര് നിന്നെ സൃഷ്ടിച്ചു? അവൻ പപ്പപ്പ വെക്കാൻ തുടങ്ങി. കാരണം അവനറിയാവുന്നത് എന്തിനു നിന്നെ സൃഷ്ടിച്ചു എന്നുള്ള ഉത്തരം മാത്രമേ അറിയത്തുള്ളൂ, വേറെ ഒന്നും അറിയത്തില്ല. അപ്പം ചെവി കേൾക്കാൻ മേലാത്തവർക്ക് TV-യിൽ വാർത്ത വായിക്കുന്ന വിധത്തിൽ ഇങ്ങനെ കാണിക്കും, ഉരുട്ടി സിസ്റ്റർ ഇങ്ങനെ ദൈവം 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 തൊളവട ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കാൻ തുടങ്ങി. ഇവൻ സിസ്റ്ററെ നോക്കി കണ്ണു തള്ളുക. പിതാവിന് തോന്നി എന്തോ കുഴപ്പമുണ്ട്. ഇപ്പൊ സീൻ മൊത്തം രക്ഷിക്കണ്ടേ. പിതാവ് ചെന്തിനാ മക്കളെ ചമ്മുന്നത്? അങ്ങ് പറഞ്ഞോളാൻ വരെ. ദൈവം അല്ലേടാ നിന്നെ സൃഷ്ടിച്ചത്. അവനല്ല പിതാവ്. ദൈവം സൃഷ്ടിച്ച കൊച്ചു ബോധം കെട്ട് വരാതെ കിടപ്പുണ്ട്. ദൈവത്തെ അറിഞ്ഞു സ്നേഹിക്കാനുള്ള ആളാണ് ഇവിടെ ഈ നിൽക്കുന്ന ഞാൻ. പലപ്പോഴും നമ്മുടെ വിശ്വാസം ഇങ്ങനെ കാണാപ്പാടം പഠിച്ച ഒരുപിടി ഫോർമുലകൾ നമ്മൾ മനപ്പാടമാക്കിയിട്ടുണ്ട്. അപ്പൊ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് തമ്പുരാനിലേക്കുള്ള പൂർണ്ണമായ ആശ്രയബോധം, ദൈവം നടത്തുമെന്നുള്ള ഉറപ്പ്, തമ്പുരാൻ അറിയാതൊന്നും വരികയില്ല എന്നുള്ള ബോധ്യം. ഈ ഒരു ജീവിതദാർഢ്യത്തിന് വേണ്ടിയാ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, നമ്മുടെ മനസ്സിലേക്ക് സൂക്ഷിക്കേണ്ടത്. നമ്മൾ